ഹലോ ഗൈസേ, രേണുസുധിയുടെ കല്യാണം എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന വലിയ ന്യൂസ് ഗൈസ്. രേണുസുധി കല്യാണം കഴിക്കാൻ പോകുന്നു. രേണുസുധിക്ക് ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു. രേണുസുധിനെ നോക്കുന്ന, രേണുസുധിനെ കെയർ ചെയ്യുന്ന, രേണുസുധിക്ക് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരാളെ അന്വേഷിക്കുന്നു എന്ന് രേണുസുധിയുടെ സ്റ്റോറി ഇട്ടു ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ ഇത് പല റിയാക്ഷൻ വ്ളോഗേഴ്സ് ഇങ്ങനെ ചെയ്തിട്ട്, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ വലിയ ഹൈപ്പൊക്കെ കൊടുത്തിട്ട് ഇവൾക്ക് നാണമുണ്ട്, കുറേ ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആളെ വെറുപ്പിക്കുന്ന രീതിയിലാണ് സംഗതികൾ ചെയ്യുന്നത്. കള്ള് ഷാപ്പ് പോയിട്ട് കള്ള് കുടിക്കുന്നതിൻ്റെ വീഡിയോ ഇടുന്നു. അതേപോലെ മറ്റേ ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിട്ട് അവരുടെ അണിയറ വീഡിയോസ് വേണ്ടി കുറച്ച് സംഗതികളൊക്കെ അണിയറ മാറിപ്പോരുത് വീഡിയോസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകൾ ഉളുപ്പുണ്ട് ഓൾക്ക് രേണുസുധിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് തുടക്കത്തിൽ തന്നെ പറയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതായത് നമുക്കൊരു വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി അങ്ങനെയുള്ളൊരു വീഡിയോ ഒരാൾക്ക് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. രേണുസുധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ്, സോഷ്യൽ മീഡിയയിൽ വളരെ രീതിയിൽ ആക്റ്റീവായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ മൂപ്പത്തിയേർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മൂപ്പത്തിയേരെ സ്വയം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും മൂപ്പത്തിയേരെ ഫീലിങ്സ്, ഇമോഷൻസ്, പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ എല്ലാ രീതിയിലുള്ള അവകാശമുണ്ട്, യോഗ്യതയുണ്ട്, അർഹതയുണ്ട്. അത് നമ്മളിങ്ങനെ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടൊക്കെ അവർക്ക് കൂടുതൽ റീച്ച് കിട്ടുക അതല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ എന്താ വെച്ചാൽ നിങ്ങളെന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലാണ് ഇവർക്കൊരു വൈറൽ കണ്ടൻറ്റ് വീഡിയോസായിട്ട് ഈ സാധനങ്ങളെ മാറ്റാനും പറ്റുള്ളൂ. ഇങ്ങനെ കാര്യമുണ്ട്. ഇപ്പോൾ എത്രയും ആളുകൾ, ഇപ്പോൾ ഞാനൊരു ചാനലുകൾ പറയുന്നില്ല, പ്രത്യേകിച്ച് രായപ്പൻ അങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ അതുപോലെ ബച്ചാൻ, ഗബ്ര ബച്ചാരൊക്കെ, ഇവരൊക്കെ ഇത് എന്തോ വലിയ അപരാധമാണ് രേണുസുധി ചെയ്തിട്ടുള്ള രീതിയിലൊക്കെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണുസുധി വിചാരിച്ച സംഗതി വർക്കൗട്ട് ആവുന്നുണ്ട് ഇതുള്ളൊരു സംഗതിയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പലരും പറയുന്നുണ്ട് ഫോൺ തുറക്കാൻ തോന്നുന്നില്ല, രേണുസുധി മറ്റേ പട്ടച്ചാരായം കൊണ്ടുവന്ന് കൊട്ടാരം നാറ്റിച്ചു എന്നുള്ള രീതിയിൽ രേണുസുധി ആകെ മോശമായി ഇരിക്കുകയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. എന്താണ് എന്ത് ഉദ്ദേശിക്കുക മനസ്സിലാവില്ല. അതൊരു തരത്തിൽ പറഞ്ഞാൽ രേണുസുധി കിട്ടുന്ന വലിയൊരു ക്രെഡിറ്റാണ്. അതായത് സോഷ്യൽ മീഡിയ രേണുസുധി കാരണം കൊണ്ട് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം ഇൻഫ്ലുവൻസ് അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്, 2 കുട്ടികളുണ്ട്. ഒന്ന് സ്വന്തം ബ്ലഡിലുള്ള ഒരു കുട്ടി, അതേപോലെ തന്നെ കല്യാണത്തിന് മുമ്പ് സുധിക്ക് ഉണ്ടായിരുന്ന കിച്ചു ഉണ്ടല്ലോ. അപ്പോൾ ഇവർ 2 പേര് ഒഴിവാക്കിയിട്ട് ഓളുടെ സന്തോഷത്തിനും സമാധാനത്തിനും എൻ്റർടൈൻമെൻറ്റിനും എൻജോയ്മെൻറ്റിനും വേണ്ടിയിട്ട് വേറെ കല്യാണം കഴിക്കുന്നു, ആണുങ്ങളുടെ പുറകെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരെയും കമൻറ്റ് ചെയ്യുന്ന കേസ്. എന്താണെന്ന് സംഭവം മനസ്സിലാവില്ല. ഇവിടെ പൊതുവെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ അവരുടേതായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എനിക്ക് വേണമെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഓരോ ലക്ഷ്യം ചെയ്യാനുള്ള ഒരു പ്രവണത, പ്രത്യേകിച്ച് 100% ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് എന്ന രീതിയിലാണെങ്കിൽ കൂടി കേരളത്തിൽ ഇത് കൂടുതലാണ്. കുൽസിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള രീതിയിലാണ് ഒരാളുടെ പാഷൻസിനെയും അവരുടെ ഒരു ഡ്രീംസിനെയും ആസ്പിറേഷൻസിനെയും പല ആൾക്കാരും എന്ത് ചെയ്യുക അങ്ങനെ കണക്ട് ചെയ്യുന്നത്. ഇതാണ് കേരളത്തിൻ്റെ ഒരു അവസ്ഥ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ വളരെ ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള കണ്ടൻറ്റുകൾക്കൊന്നും അത്ര റീച്ചില്ല. പക്ഷേ ഇങ്ങനെ രേണുസുധിയുടെ ഇങ്ങനെ കാര്യങ്ങളോ ഇങ്ങനെയുള്ള കുൽസിത കാര്യങ്ങളോ ഗോസിപ്പുകളോ റൂമറുകളോ ഇതൊക്കെ വലിയ രീതിയിൽ ഇവിടെ സെയിലായി പോകും. ഇതാണ് കേരള സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പറയാനുള്ള കാര്യം, ആ 2 കുട്ടികളെയും മറന്നിട്ട് ഇവർ വേറെ കല്യാണം കഴിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെന്ത് ഈ കുട്ടികളെയും മറന്നുള്ള ഒരു സംഗതി. അവർ പറയുന്നത് അവരെ കൊച്ചുങ്ങളെ നല്ല രീതിയിൽ നോക്കുന്ന കൊച്ചുങ്ങളെന്ന് പറയുമ്പോൾ കിച്ചുവിന് 10-22 വയസ്സായിരുന്നു. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളൂ. അവന് സോഷ്യൽ മീഡിയ യൂട്യൂബിൽ നിന്ന് ഒരു വരപ്പ് പൈസ കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ അവൻ്റെ കരിയർ സംഭവമായിട്ട് അവൻ എഡിറ്റിംഗ് എന്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കണത് അല്ലേ. അപ്പോൾ അവൻ്റെ കരിയർ അങ്ങനെയിട്ട് അവനെ സെറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. പിന്നെ ചെറിയ കുട്ടികൾ 4 വയസ്സോ എന്തോ ഉള്ള ആളല്ലേ, മറ്റേ ചെറുതിൻ്റെ പേരെന്താ, രേണുസുധിയുടെ ചെറിയ കുട്ടിയില്ലേ. അപ്പോൾ രേണുസുധി കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ കൂടി നോക്കുന്ന ഒരാളായിരിക്കണം അത് എന്നായിരിക്കും. ആ കല്യാണം കഴിക്കാൻ വരുന്ന കല്യാണം കഴിക്കുന്ന ആൾ എന്നായിരിക്കുമല്ലോ രേണുസുധിയുടെ മൈൻഡിലുണ്ടായിരിക്കുക. പിന്നെന്താണ് ആളുകൾക്ക് ഇങ്ങനെ കുരുപൊട്ടുന്നത് മനസ്സിലാവുന്നില്ല കേസ്. പിന്നെ പലരും പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൽ രേണുസുധി പോയപ്പോൾ ബിഗ് ബോസിൻ്റെ സ്റ്റാൻഡേർഡ് തന്നെ അവൾ കളഞ്ഞു കുടിച്ചു. എന്ത് ബിഗ് ബോസിൻ്റെ സ്റ്റാൻഡേർഡ്? ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. രേണുസുധി ബിഗ് ബോസിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ രേണുസുധി അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ ആളുകളത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. രേണുസുധി ബിഗ് ബോസിൽ, രേണുസുധി അത് ചെയ്യുന്നു, രേണുസുധി ഒന്നും ചെയ്യുന്നില്ല. മറ്റേ ഏതിൻ്റെയാണ് ഒരു പരസ്യമല്ലേ, ഡൂ നത്തിങ്, ചുമ്മാ ഇരിക്കുക എന്നുള്ളൊരു സാധനം. അപ്പോൾ അതേപോലെ രേണുസുധി അവസാനം നിർത്തി പോരും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുധി തുപ്പിയാലും തൂറിയാലും ഒക്കെ ഇവിടെ കണ്ടൻറ്റാണ്. അതാണ് രേണുസുധിയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ രേണുസുധി ഇവിടെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് രേണുസുധി കല്യാണം കഴിക്കട്ടെ, അതെന്താ ഇപ്പോൾ നാട്ടുകാർക്ക് എന്താ പ്രശ്നം എന്നാണ് ഇതിൻ്റെ ഒരു സംഗതി. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ പലരും രേണുസുധിയുടെ തുടക്കത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു, ഇപ്പോൾ അവർ ഇഷ്ടമില്ല എന്ന്. അതെന്താണ് ഇപ്പോൾ ഇഷ്ടമല്ലാത്തത്? ഇതിന് റീസൺ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി, ക്രിട്ടിക്കൽ മൈൻഡ് സെറ്റോട് കൂടി ഇങ്ങനെ ആലോചിച്ച് നോക്കി. വിഡോഡായിട്ടുള്ള വിധവയായിട്ടുള്ള ഒരുത്തി അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ടിങ്ങനെ വരുന്ന സമയത്ത് അപ്പോഴവർ ഒരുപാട് പേരെ കൊല്ലാക്കൊല്ലം ചെയ്തായിരുന്നു സോഷ്യൽ മീഡിയയിൽ.
എന്നിട്ട് അവർ അത്യാവശ്യമല്ല ലൈഫിൽ നല്ല രീതിയിൽ സെറ്റായി ഒരുപാട് അവസരങ്ങൾ കിട്ടി. അപ്പോഴും ഗൾഫിൽ പോയിട്ടുള്ളത് അങ്ങനെയാണ് ചെയ്യുന്നത്, ബാർ ഡാൻസ് ചെയ്യുന്നു, ആണുങ്ങളുടെ കൂടെ നിരങ്ങാണ് എന്നൊക്കെ കൊണ്ട് ഇഷ്ടംപോലെ വീഡിയോസ് ആളുകൾ ചെയ്തുകൊണ്ടേയിരിക്കണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച നമുക്ക് എന്താണ് വിധവകൾക്ക് പിന്നീട് കല്യാണം കഴിക്കാൻ പാടൂലേ, എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. പിന്നെ പല ആളുകളും വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാ രീതിയിലും പെർഫെക്റ്റായ ആളായിരിക്കണം ഒരാൾ, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളെല്ലാ രീതിയിലും പെർഫെക്റ്റായ ആളുകളാണ്. അപ്പോൾ ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ ശരിയും തെറ്റുകളൊക്കെ എല്ലാവരുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നുണ്ടായിരിക്കും. നമ്മളതിനെ ആ നെഗറ്റീവ് സൈഡ് മാത്രം കാണുമ്പോൾ അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ രേണുസുതി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പലരും പറയുന്നുണ്ട് പിന്നെ രേണുസുതി എന്ന് പറയരുത്, സുധിയോട് നിനക്ക് ഒരു സ്നേഹവും ഇല്ല. ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ പ്രത്യേകിച്ച് അവർ വന്ന സമയത്ത് സുധി ചേട്ടാ ഞാൻ വന്നു കിട്ടോ എന്നൊക്കെ പറഞ്ഞത് അത് പക്ക കളിയായിരുന്നു, ഗെയിമായിരുന്നു, അതിലൊന്നും ഒരു കാര്യമില്ല. സുധിയോട് ഒരു സ്നേഹം കൊടുക്കില്ല, സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവള് വേറെ ഒരുത്തനെ അന്വേഷിച്ചിട്ട് ഇറങ്ങൂല എന്നൊക്കെ പറയുന്നത്. എനിക്ക് എന്താ ഉദ്ദേശിക്കുന്നത്, കല്യാണം കഴിക്കണതിനെ കുറിച്ചല്ല അവർ പറയുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയല്ല ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ലിമിറ്റ് കൂടുതലാണെങ്കിൽ നാട്ടുകാർക്ക് എന്താ പ്രശ്നം, അതാണ് മനസ്സിലാവാത്തത്. അപ്പോൾ ഇവിടെ വിധവകൾ പിന്നീട് കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിലാണോ നമ്മുടെ ചിന്ത പോകുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര കൊല്ലം പിന്നിലോട്ടാണ് ചിന്തിക്കുന്നത് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാവേണ്ട കാര്യം ഇവിടെ വിദ്യാഭ്യാസവും സാക്ഷരതയും ഇതൊന്നുമല്ല ഇതിൻ്റെ കാര്യം. ഇപ്പോഴും ആളുകൾ പൊട്ടക്കിണറ്റിലാണ്. അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുറേ ഫ്രസ്ട്രേഷൻസ് തീർക്കുന്നു. ഇപ്പോൾ രേണുസുതി ബാറിൽ ഡാൻസ് കളിക്കാമെന്ന് പറയുമ്പോൾ നമുക്കത് സഹിക്കാണ്ടിരിക്കാണ്ട് അത് എന്തുകൊണ്ടാണ്, നമുക്ക് ആ ഫ്രീഡം കിട്ടാത്തതുകൊണ്ടോ, അതിൽ ബാറിൽ കളിക്കാനുള്ള ഫ്രീഡം നല്ല ഉദ്ദേശിക്കുന്നത്, നമുക്ക് ലൈഫിൽ ഫ്രീഡം കിട്ടാത്തതുകൊണ്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാനാണ് സാധ്യത ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രേണുസുതി എല്ലാം തികഞ്ഞ വ്യക്തിയാണ്, പെർഫെക്റ്റായ വ്യക്തിയാണ്, സോ കോൾഡ് മാലാഖ ആ ഒരു രീതിയിലുള്ള വ്യക്തിയാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്, അത് നമ്മുടെ ഒരു രീതിയിലുള്ള വേറൊരു രീതിയിലുള്ള ഒരു ക്രൂക്കഡ് മൈൻഡ് സെറ്റിൻ്റെ ഒരു സംഗതിയാണ് തോന്നുന്നത് കേസ്. ഐഡലൈസ് ചെയ്യുക എന്നുള്ളൊരു സംഗതി. നമ്മൾ ഏഞ്ചലിക് ആക്കിയിട്ട് ഒരാളെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക നമ്മുടെ മൈൻഡിൽ, അങ്ങനെ ഒരു രീതിയിലൊരു ആട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു സാധനം. വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുതി ഇപ്പോൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അത് വലിയ തെറ്റാണെന്നുള്ള രീതിയിൽ ആളുകൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്, അതാണ് മനസ്സിലാവുന്നത്. അവർ കല്യാണം കഴിക്കട്ടെ, വിധവകൾക്ക് എന്താ റീമാരേജ് പോസിബിൾ അല്ലേ. അപ്പോൾ എനിക്ക് ഈ വിഷയത്തെ ഇങ്ങനെ നമ്മൾ അവർ കല്യാണം കഴിക്കാണ്ടിരിക്കുക, ഇനി കല്യാണം കഴിച്ച് സെപ്പറേറ്റഡ് ആവുക, ഡിവോഴ്സ്ഡ് ആവുക, എന്തോ സംഭവിക്കട്ടെ, അതൊക്കെ എല്ലാവരുടെ ലൈഫിലും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാധനം ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള റൈറ്റാണ്. അപ്പോൾ അവരത് ചെയ്യട്ടെ. പിന്നെ പലരും പറയുന്നുണ്ട് അവർ സ്റ്റോറി ഇട്ട സമയത്ത് അവർ ഹസ്ബൻഡ് താനേ പോയത് എന്നുള്ള രീതിയിലുള്ളൊരു പാട്ട് ഇട്ടിടണമെന്ന്. ഞാനൊരു കാര്യം പറ്റ കേസ്, ഇത് ഒരു പക്ഷേ രേണുസുതി മനഃപൂർവ്വം ചെയ്തായിരിക്കാം. അതുകൊണ്ടാണല്ലോ ഇത്രയും വൈറലായിട്ടുള്ളൊരു കണ്ടൻറ്റാക്കിയിട്ട് അത് ആളുകളുടെ മുന്നിലുള്ളത്, ആളുകളത് എടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചുമ്മാ പലരും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്ന സമയത്ത് ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ അത്ര സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്ത് ഇടുന്ന ഒരു സംഗതിയാണെന്ന് എല്ലാവരും അങ്ങനെ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു പാട്ട് ഇടുന്നത് എനിക്ക് തോന്നുന്നില്ല കേസ്. അപ്പോൾ അത്ര ടൈമൊന്നും നോക്കി പറ്റിയ പാട്ട് തന്നെ നോക്കി സെലക്ട് ചെയ്യുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ സജഷനിൽ വരുന്ന ഏതെങ്കിലും ഒരു പാട്ടായിരിക്കും അവർ ഇടുന്നുണ്ടായിരിക്കും നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് മ്യൂസിക്. അപ്പോൾ അതൊരു മനഃപൂർവ്വം ആ ഒരു പാട്ട് സെലക്ട് ചെയ്ത മനഃപൂർവ്വം അല്ലാണ്ട് ചിലപ്പോൾ അപ്പോഴത്തെ ഒരു റാൻഡമായിട്ട് പിക്ക് ചെയ്യുന്ന ഒരു പാട്ടായാലും എന്തായാലും ശരി, അവർക്ക് സോഷ്യൽ മീഡിയയിൽ വളരെ നല്ല രീതിയിൽ എന്താ പറയുക ഹൈപ്പുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ അവർ ഒരു പക്ഷേ അതങ്ങനെ ചെയ്തായിരിക്കും, അതെന്തോ ആയിക്കോട്ടെ. എന്തായാലും രേണുസുതി സക്സസ്ഫുൾ ആണ് സോഷ്യൽ മീഡിയയിൽ എന്നുള്ളതിന് ഒരു സംശയമില്ല ഗൈസ്. രേണുസുതി ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ അതേ പോയിൻ്റ് വീണ്ടും ആവർത്തിക്കുകയാണ്. രേണുസുതി ചുമ്മാ ഇരുന്നാലും സംസാരിച്ചാലും തുമ്മിയാലും നടന്നാലും ഡാൻസ് കളിച്ചാലും എല്ലാം ഇവിടെ കണ്ടൻറ്റാണ്. എന്തായാലും രേണുസുതി ഈസ് എ സക്സസ്ഫുൾ സോഷ്യൽ മീഡിയ പേഴ്സൺ. രേണുസുതിനെ ഒരു ഇൻഫ്ലുവൻസറായി കരുതുന്നതാണ് ഇവിടെ പ്രശ്നം തോന്നുന്നത് കേസ്. എന്തിനാണ് രേണുസുതിനെ ഒരു ഇൻഫ്ലുവൻസറായിട്ട് കരുതുന്നത്? അവരുടെ ലൈഫ് അവർക്ക് പറ്റണ പോലെ ജീവിക്കുന്നത്. അവരൊരു ലൈഫിലൊരു പ്രത്യേക ടൈമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്ക് സാമൂഹികമായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ചാരിറ്റി ചെയ്യുകയും അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി സ്പോൺസർ ചെയ്യുകയും അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്, ഓൾഡ് ഏജ് ഹോമുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മളറിയാണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാത്തതിൻ്റെ പ്രശ്നമായിരിക്കും. നമ്മുടെ പലരുടെ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്നത് മാത്രമേ വിശ്വസിക്കുള്ളൂ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറേ സംഗതികളുണ്ട്. ഇത് പലരും നമുക്കത് ഊഹിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സംഭവം ഒരു പോസിറ്റീവായ സംഗതി അപ്പുറത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് നെഗറ്റീവ് സാധനമാണ് വേണ്ടത്. അല്ലെങ്കിൽ പോസിറ്റീവായ സംഗതികൾ സംഭവിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നില്ല എന്നതുകൊണ്ട് അങ്ങനെ പോസിറ്റീവായ സംഗതികൾ സംഭവിക്കുന്നില്ല എന്നല്ലല്ലോ അർത്ഥം. എന്തായാലും ഒരു കാര്യത്തിൽ രേണുസുതിനെ റെസ്പെക്ട് ചെയ്യണം ഗൈസ്, കുറേ കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്യണം. ഒരു കാര്യം ഏറ്റവും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള നമുക്കറിയാവുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് രേണുസുതി. അതിൽ ഒരു സംശയമില്ല. അങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ കയറി വന്ന വ്യക്തിയാണ്.
രണ്ടാമതായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയത്. അതൊരു വലിയൊരു സംഭവമാണത്. അപ്പോൾ ഇങ്ങനെയുള്ള പോസിറ്റീവായ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം പക്ഷെ നമുക്ക് വേണ്ടത് അത് പ്രത്യേകിച്ച് അതുലിനെ പോലുള്ള ആളുകൾക്ക് വേണ്ടത് ഇങ്ങനെയുള്ള പോസിറ്റീവ് സാധനമല്ല, അവർക്ക് നെഗറ്റീവ് സംഗതികളാണ് ഇങ്ങനെ വേണ്ടത്. എന്ത് ചെയ്യുക, മറ്റു കാര്യമില്ല. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രേണുസുധിയുടെ കല്യാണം കഴിക്കാനുള്ള പൂതിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.